കുഞ്ഞുങ്ങളുടെ പാൽപുഞ്ചിരി ഇഷ്ടമല്ലാത്തവരായി ആരാണുള്ളത്? കുഞ്ഞുങ്ങൾക്ക് ആദ്യത്തെ പല്ല് വരുന്ന സമയം രക്ഷിതാക്കൾക്ക് സന്തോഷത്തിന്റെയും ഒപ്പം ഉത്കണ്ഠയുടെയും കാലമാണ്. ആദ്യത്തെ പല്ല് വരുന്ന കാഴ്ചയും മനോഹരം തന്നെ. നമസ്കാരം, ഞാൻ ഡോക്ടർ ശ്രീലക്ഷ്മി. ഡെൻ സ്റ്റോറീസിലേക്ക് സ്വാഗതം. ഒരു മനുഷ്യന്റെ ജീവിതചക്രത്തിൽ 2 സെറ്റ് പല്ലുകളാണ് ഉള്ളത്. അതിൽ കുട്ടികളായിരിക്കുമ്പോഴുള്ള പല്ലിനെ പാൽപ്പല്ലുകൾ, ഡെസിഡസ് ടീത്ത്, മിൽക്ക് ടീത്ത്, ബേബി ടീത്ത് എന്നൊക്കെയാണ് പറയാറുള്ളത്. അമ്മയുടെ ഗർഭപാത്രത്തിൽ ഏകദേശം 4 മുതൽ 6 ആഴ്ചയാകുമ്പോൾ തന്നെ പല്ലിന്റെ വളർച്ച ആരംഭിക്കുന്നു. ഈ ദന്തമുകുളങ്ങൾ അഥവാ ടൂത്ത് പഡ്സിൽ നിന്നാണ് ഭാവിയിൽ പല്ലുകൾ ഉണ്ടാകുന്നത്. ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ മോണയ്ക്കിടയിൽ പൂർണ്ണ വളർച്ചയെത്താത്ത 20 പല്ലുകൾ ഉണ്ടായിരിക്കും. ഈ പല്ല് സമയമാകുമ്പോൾ മോണ കീറി പുറത്തേക്ക് വരുന്നു. ഇങ്ങനെ പാൽപ്പല്ലുകൾ പുറത്തേക്ക് വരുന്നതിനെയാണ് ടീത്തിങ് എന്ന് പറയുന്നത്. ആദ്യത്തെ പല്ല് താഴെ വരിയിൽ മുൻഭാഗത്തായി ഏകദേശം 6 മാസമാകുമ്പോൾ ഉണ്ടാകുന്നു. എന്നാൽ ചില കുഞ്ഞുങ്ങൾക്ക് ജനിക്കുമ്പോൾ തന്നെ പല്ലുകൾ ഉണ്ടാകാറുണ്ട്. ഇതിനെ നാറ്റൽ ടൂത്ത് എന്നാണ് പറയുന്നത്. എന്നാൽ ചില കുഞ്ഞുങ്ങളിലാകട്ടെ ജനിച്ച് ഏതാനും ആഴ്ചകൾക്കകം പല്ലുകൾ ഉണ്ടാകുന്നു. ഇതിനെ നിയോനാറ്റൽ ടൂത്ത് എന്നാണ് പറയുന്നത്. പല്ല് വരുന്ന സമയത്ത് കുട്ടികൾക്ക് മാനസികമായും ശാരീരികമായും ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാം. ഓരോ കുട്ടികളും വ്യത്യസ്തരാണെന്നതുപോലെ പല്ല് വരുന്ന സമയങ്ങളിലും ലക്ഷണങ്ങളിലും വ്യത്യാസം ഉണ്ടാകാറുണ്ട്. കുഞ്ഞിൻ്റെ വായ പരിശോധിച്ചാൽ വരാൻ നിൽക്കുന്ന പല്ലിന് ചുറ്റുമുള്ള മോണയ്ക്ക് വീക്കവും വേദനയും ഉണ്ടായേക്കാം. അതുമൂലം കുഞ്ഞിന് ഭക്ഷണം കഴിക്കാൻ മടിയും ഉണ്ടാകാം. പല്ല് വരാൻ നിൽക്കുന്ന ഭാഗത്തായി മോണയുടെ മുകളിൽ ചിലപ്പോൾ പല്ലിൻ്റെ വെള്ള നിറം തെളിഞ്ഞു കാണാം. കുട്ടികൾ ഈ സമയത്ത് സാധാരണയിലും കവിഞ്ഞ് കരച്ചിലും ബഹളവും ഉണ്ടാക്കാം. കുട്ടികൾ രാത്രി സമയത്ത് ഉറങ്ങാൻ മടി കാണിക്കുകയും ഉറങ്ങിയാലും ഇടയ്ക്കിടയ്ക്ക് എഴുന്നേൽക്കുകയും ചെയ്യാം. കുട്ടികളിൽ പല്ല് വരുന്ന സമയത്ത് ഉമിനീരിൻ്റെ ഉൽപ്പാദനം കൂടുതലായി കാണാറുണ്ട്. ഈ ഉമിനീർ കവിളിലും താടിയിലും കഴുത്തിലും നിൽക്കുകയാണെങ്കിൽ റാഷസ് വരാൻ സാധ്യതയുണ്ട്. അതിനാൽ ഈ സമയത്ത് കുട്ടികളെ എപ്പോഴും വൃത്തിയാക്കാൻ ശ്രദ്ധിക്കണം. ഇതാണ് ഏറ്റവും പ്രകടമായ ലക്ഷണം. ചില കുട്ടികൾ ഈ സമയത്ത് കവിളിലും ചെവിയിലും തിരുമ്മുന്നതായും ചുമയ്ക്കുന്നതായും കാണാം. കുഞ്ഞ് സാധാരണയിലും കൂടുതലായി വിരൽ, കളിപ്പാട്ടം തുടങ്ങിയ കട്ടിയുള്ള വസ്തുക്കൾ വായിലേക്ക് കൊണ്ടുപോകാൻ താല്പര്യം കാണിക്കുന്നു. അതിനാൽ കുഞ്ഞിൻ്റെ പരിസരം എപ്പോഴും വൃത്തിയായി സൂക്ഷിക്കേണ്ടതാണ്. അല്ലെങ്കിൽ കുഞ്ഞിൻ്റെ തൊണ്ടയിൽ എന്തെങ്കിലും കുടുങ്ങാൻ സാധ്യതയുണ്ട്. അതേപോലെ കുഞ്ഞിന് വയറിന് അസ്വസ്ഥതയും ഉണ്ടാവാം. മോണയുടെ ഇൻഫെക്ഷൻ മൂലം കുഞ്ഞിന് ചെറിയ രീതിയിൽ പനി ഉണ്ടാകാം. എന്നാൽ അതിശക്തമായ പനി, വയറിളക്കം, ചെവിവേദന, ഡയപ്പർ റാഷസ് എന്നിവ ഉണ്ടായാൽ കുഞ്ഞിനെ ഡോക്ടറെ കാണിക്കേണ്ടതാണ്. കുഞ്ഞിന് തണുത്ത വസ്തുക്കൾ കടിക്കാൻ നൽകാം. ഇത് കുഞ്ഞിൻ്റെ മോണ മരവിപ്പിക്കുകയും വേദന കുറയ്ക്കുകയും ചെയ്യുന്നു. ഒരു നനഞ്ഞ തുണി 20 മിനിറ്റ് ഫ്രീസറിൽ വെച്ച ശേഷം കുഞ്ഞിന് കടിക്കാനായി നൽകാം. അതേപോലെ ഒരു മരത്തിൻ്റെ സ്പൂണോ സ്റ്റീലിൻ്റെ സ്പൂണോ തണുപ്പിച്ച് കുഞ്ഞിന് കടിക്കാനായി നൽകാം. കുഞ്ഞ് സ്വയം ഭക്ഷണം കഴിക്കുമെങ്കിൽ ആപ്പിൾ, സ്ട്രോബെറി, ബനാന ഇവയൊക്കെ ഫ്രിഡ്ജിൽ വെച്ച് കുഞ്ഞിന് നൽകാം. എന്നാൽ കുഞ്ഞ് വിഴുങ്ങാൻ സാധ്യതയുള്ളതിനാൽ വളരെ ശ്രദ്ധാപൂർവമേ ചെയ്യാൻ പാടുള്ളൂ. കട്ടിയുള്ള ഫ്രൂട്ട്സ് കുഞ്ഞ് വിഴുങ്ങാതിരിക്കാൻ മെഷ് ഫീഡർ ഉപയോഗിക്കുന്നത് നല്ലതാണ്. കുഞ്ഞിന് ബ്രസ്റ്റ് മിൽക്ക്, ഫോർമുല മിൽക്ക്, യോഗർട്ട് എന്നിവയെല്ലാം ചെറുതായി തണുപ്പിച്ച് നൽകാം. എന്നാൽ ഇതുമൂലം കുഞ്ഞിന് അസുഖം വരാതിരിക്കാൻ ശ്രദ്ധിക്കണം. ഇന്ന് പല ആകൃതിയിലും നിറങ്ങളിലുമുള്ള ടീത്തറുകൾ മാർക്കറ്റിൽ സുലഭമാണ്. കുഞ്ഞിന് ഇഷ്ടമുള്ള ടീത്തർ വാങ്ങി തണുപ്പിച്ച് നൽകാം. ഇവ BPA ഫ്രീ ആണെന്നും ഫ്താലേറ്റ് ഫ്രീ ആണെന്നും നോൺ ടോക്സിക് പെയിൻ ഫ്രീ ആണെന്നും ഉറപ്പുവരുത്തേണ്ടതാണ്. വൃത്തിയുള്ള ഫിംഗർ തണുത്ത വെള്ളത്തിൽ മുക്കിയതിന് ശേഷം കുഞ്ഞിൻ്റെ മോണ മസാജ് ചെയ്ത് കൊടുക്കാം. ഇത് കുഞ്ഞിൻ്റെ മോണ താൽക്കാലികമായി മരവിപ്പിക്കുന്നു. റസ്ക്, ടോസ്റ്റഡ് ബ്രെഡ് ഇവയൊക്കെ കുഞ്ഞിന് കഴിക്കാനായി നൽകാം. ടീത്തിങ് സ്റ്റിക്കും ഇപ്പോൾ ലഭ്യമാണ്. എന്തിനേക്കാളും വലുതാണ് അമ്മയുടെ സാമീപ്യമെന്ന് ഓർക്കാം. ഒരുപാട് തവണ അതുകൊണ്ട് കുഞ്ഞിനെ ഫീഡ് ചെയ്യാം. കൂടുതൽ ബുദ്ധിമുട്ടുകൾ കണ്ടാൽ സ്വയം ചികിത്സ ചെയ്യാതെ ഡോക്ടറെ പോയി കാണേണ്ടതാണ്. ഇങ്ങനെ ലക്ഷണങ്ങളും പരിഹാരങ്ങളും നല്ല രീതിയിൽ മനസ്സിലാക്കി കൈകാര്യം ചെയ്യുകയാണെങ്കിൽ ടീത്തിങ് നല്ലൊരു അനുഭവമാക്കി മാറ്റാം. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഉപകാരപ്രദമായി തോന്നുന്നുവെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.